നബിവാക്യം. ദൈവകാരുണ്യത്തിൻ്റെ 100ൽ 1 ഭാഗം മാത്രമാണ് മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും പരസ്പരം കരുണയും ദയയും കാണിക്കുന്നതും ഹിംസ്രജന്തുക്കൾ അവയുടെ കുട്ടികളോട് ദയ കാണിക്കുന്നതുമൊക്കെ അതുമൂലമാണ്. ബാക്കി 99 ഭാഗവും തൻ്റെ ദാസന്മാർക്കിടയിൽ കരുണ ചെയ്യുവാനായിട്ട് പുനരുദ്ധാന നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ലോകരക്ഷിതാവായ ദൈവം കാരുണ്യത്തിൻ്റെ നിറകുടമാണ്. അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറബി ഭാഷയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് റഹ്മാൻ, റഹീം എന്നീ വാക്കുകളിലാണ്. റഹ്മാൻ എന്നാൽ ഈ ലോകത്ത് വിശ്വാസികൾക്കും ദൈവനിഷേധികൾക്കും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവൻ ആണെന്നും, റഹീം എന്നാൽ പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രം കാരുണ്യം ചെയ്യുന്നവനുമാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ശുദ്ധ ഖുർആനിൽ കാരുണ്യമായിട്ട് ബന്ധപ്പെട്ട 400ൽ പരം പദങ്ങൾ കാണാം. കാരുണ്യം, സ്നേഹം, വാത്സല്യം തുടങ്ങിയ ഗുണങ്ങളാണ് ദൈവത്തിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് അവൻ്റെ നാമങ്ങൾ പഠിച്ചാൽ ബോധ്യപ്പെടും. മനുഷ്യരും ഈ ഗുണം ആർജിക്കണമെന്നതിലേക്കാണ് അതിൻ്റെ സൂചന. ഖുർആനിൽ കാരുണ്യം എന്നതിൻ്റെ പാരമ്യതയെ കുറിക്കുന്ന അർ-റഹ്മാൻ എന്ന പദം 57 തവണ വന്നിട്ടുണ്ട്. ഈ നാമം മനുഷ്യനെക്കുറിച്ച് പറയാവതല്ല. കാരണം മനുഷ്യരാരും ഇത്രയും വിശാലമായ അർത്ഥത്തിൽ കരുണ കാണിക്കുന്നില്ല. ഈ ലോകത്ത് സർവർക്കും കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് അർ-റഹ്മാൻ എന്ന പദം ഖുർആൻ വന്നിട്ടുള്ളത്. ലോകസൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെക്കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അവൻ കാരുണ്യത്തിൻ്റെയും ദയയുടെയും വാത്സല്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ ഒളിമ്പിക് ദേവന്മാരെ പോലെ ആരാധകരെ ശത്രുക്കളായി ഗണിച്ച് സ്വന്തം ഐശ്വര്യത്തിൽ നിന്നും പ്രതാപത്തിൽ നിന്നും ആട്ടി ഓടിക്കുന്നവനല്ല. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 11 പറയുന്ന ബാബിൽ ഗോപുരത്തിൻ്റെ കഥയിലെന്ന പോലെ സൃഷ്ടികളോട് പകവീട്ടുന്നവനുമല്ല. മറ്റൊരു നബിവാക്യത്തിൽ പ്രകാരം കാണാം, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും.